പിന്നെ അച്ചമ്മേ ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും എന്താ പറയുന്നത് നടക്കാതെ പോയ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് അച്ചമ്മ ആഗ്രഹിച്ച് നടക്കാതെ പോയ എന്തെങ്കിലും കാര്യമുണ്ടോ? എന്ത് മക്കളെ, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാലേ ആരുണ്ട് നോക്കാൻ എന്നെ? അവൻ്റെ അച്ഛനില്ലല്ലോ. പിന്നെ അങ്ങനെയുള്ള പ്രത്യേക ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നമുക്ക് ഒരു നിർബന്ധങ്ങൾ കാണും ഉള്ള അടുത്തുണ്ടെങ്കിൽ. നമ്മുടെ മക്കളോട് അതുപോലെ നമുക്ക് ചെയ്യാൻ തോന്നുമോ? തോന്നത്തില്ല. നീ തന്നെ പറ, സ്വയം ചിന്തിച്ചു പറ. ഇല്ല, തോന്നത്തില്ല. അല്ല, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ അതാ പറഞ്ഞ ഉണ്ടായാൽ. അല്ല, അച്ചാമ്മക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മക്കള്. എല്ലാവരും കഴിക്കുന്ന പോലെ എനിക്കും വല്ലതും കിട്ടിയാൽ മതി. അല്ല, കഴിക്കുന്ന കാര്യത്തിലല്ല പറഞ്ഞേ, അല്ലാതെ വേറെ ഇപ്പൊ എന്തെങ്കിലും ഇന്ന സ്ഥലത്ത് പോകണോ അല്ലെങ്കിൽ അങ്ങനെ പോവാൻ പറ്റിയിട്ടില്ല, ഇന്ന ഡ്രസ്സ് ഇടണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇടാൻ പറ്റിയിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. കാരണം അങ്ങനെ എന്റെ വളർച്ചയുടെ നോക്കതായിരുന്നു, സ്വന്തം കാര്യം നോട്ടമല്ലായിരുന്നു. അല്ല, ചുരുക്കി പറയുക, നീ വെട്ടാത്ത കുളം വെട്ടിക്കുകയും കെട്ടാത്ത പെണ്ണിനെ കെട്ടിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയുള്ളായിരുന്നു എനിക്ക്. പറഞ്ഞു മനസ്സിലായോ എനിക്ക്? പെൺപിള്ളാരെ പ്രായമായി നിന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് തന്നെ ആയാലും അതിനെയൊക്കെ കെട്ടിക്കണം. മനസ്സിലായോ? എത്ര എണ്ണത്തിനെ കെട്ടിച്ചു വിട്ട്? അത് മിക്ക എണ്ണത്തിനെയും ഞാൻ കല്യാണം കഴിച്ചു വിട്ടതാ. അപ്പുറം ഭർത്താവിന്റെ ആളുകളെയും കൂട്ടത്തിലുള്ളത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളതും എൻ്റെ അടുത്ത് അന്ന് എൻ്റെ ആങ്ങളമാര് പറയുന്നത്, എന്നോട് ചോദിക്കും, കേന്ദ്രം എന്നാ എന്നെ വിളിക്കുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് വന്ന് ആലോചിക്കും. കേന്ദ്രത്തിനോട് ചോദിക്കും, കേന്ദ്രം പറയുന്ന പോലെ ചെയ്യാൻ പറയും. അത്രയ്ക്ക് സ്നേഹമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, മറ്റേ പ്ലെയിൻ അത് കയറണമെന്ന് ആഗ്രഹം? അയ്യോ, നടക്കാത്ത കാര്യങ്ങൾ സങ്കല്പിക്കുന്ന നടക്കാത്ത കാര്യങ്ങൾ അല്ല, ആഗ്രഹിച്ചിട്ടുണ്ടോ പ്ലെയിനകത്ത് കയറണം? ഇല്ല, ഇല്ല, ഇതുവരെ ആഗ്രഹമില്ല. കപ്പലിനകത്ത് കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇല്ല. ബോട്ടിനകത്ത് കയറിയിട്ടുണ്ടോ? ബോട്ടിനകത്ത് കയറിയിട്ടുണ്ടോ? ബോട്ടിൽ കയറിയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. പ്ലെയിനകത്ത് ഇതുവരെ കയറിയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഒന്ന് കയറാനൊരു അവസരം കിട്ടിയാ പോവോ? എന്തിനാ മക്കളെ, എനിക്കങ്ങനെ വേണ്ട. ഇനി പോയ അവിടൊക്കെ കൊണ്ടുവന്ന് ചവെടുത്ത് കളയാനോ ചുട്ടുപോലും കളയാൻ ഭക്ഷണം മാരി എടുക്കാൻ പറ്റത്തില്ല. നിന്റെ കാര്യം നമുക്ക് ഭാവി കാര്യം കൂടെ ചിന്തിക്കണം. ഭാവി കാര്യം അല്ല, അതൊക്കെ ഒരു ചോദ്യങ്ങളാ. ഇതൊക്കെ എനിക്കറിയാം. ഈ പ്ലെയിനകത്ത് കയറിയാലും മറ്റൊരിടത്ത് കയറിയാലും നമ്മുടെ ചിതാഭസ്മം നമുക്ക് വേണം. അതിനിപ്പോ പ്ലെയിനകത്ത് കയറുമ്പോ ചിതാഭസ്മം എന്തോ ആകാശത്ത് പോവോ? അല്ലെന്ന്, പിന്നെ അവിടെ ഇട്ടേച്ച് അവരങ്ങ് പോത്തില്ല. എവിടെ ഇട്ടേച്ച്? ആകാശത്തിൽ എവിടെ ഇട്ടേച്ച് അവരെങ്ങോട്ട് പോവെന്നായി പറയുന്നേ? എന്തോ നമ്മളെ നാട്ടിൽ കൊണ്ട് തട്ടി. പിന്നെ എന്തുവാ, അവർക്ക് എന്തിനാ നമ്മുടെ ഡെഡ് ബോഡി? എന്തിനാ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന? പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അങ്ങോട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ. ഇപ്പം പ്ലെയിനിൽ കയറണമെന്ന് ചോദിച്ചപ്പോഴേ ഉടനെ ചിതാഭസ്മത്തിന്റെ കാര്യവും മരണത്തിന്റെ കാര്യവും പറയാതെ എനർജറ്റിക് ആയിട്ട് പോയിട്ട് വരുന്നതിനെ പറ്റി ചിന്തിക്കുമല്ല. എന്തിനാണ് പറയുന്നത് നെഗറ്റിവിറ്റിന്ന്? കേട്ടാ, അതൊക്കെ തന്നെ നെഗറ്റിവിറ്റി പറയരുത്. പിന്നെ അല്ല, എനിക്ക് ഞാൻ കടന്നൊക്കെ ചിന്തിക്കും. എന്തുവാ അങ്ങനെ? ഇതൊരു വല്ലാത്ത കടന്നീന്തയായിപ്പോ. അത് കൊള്ളാം. അങ്ങനെ ഇത് പണ്ടത്തെ കാലമല്ല. പണ്ടത്തെ കാലമായാലും പ്ലെയിനകത്ത് ഒക്കെ കണ്ട് മരിച്ചാൽ അവര് അവിടെ എടുത്തങ്ങ് അവിടെ ഇട്ടേച്ച് വരും. അവിടെ ആകാശത്ത് അവരെവിടെ ഇട്ടിട്ട് വരുമെന്നൊന്ന് പറ. മേഘത്തിന്റെ പുറത്തെടുത്ത് വെക്കുമോ അവര്? അതില്ല, അവിടെ കൊണ്ടുവരത്തില്ല. അവർ താഴെ കയറ്റുന്നിടത്ത് കൊണ്ടിറക്കും. അതെനിക്കറിയാം. അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ലയോ അവിടെ വന്ന് വിളിക്കാൻ? അവിടുന്ന് നിങ്ങൾ പിന്നെ പാടുപെട്ട് കൊണ്ടുപോകണം.